ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. കേരള PSC പരീക്ഷയിൽ ബയോളജിയിൽ നിന്നും ഏറ്റവും പ്രധാനമായി ചോദിച്ചു കാണുന്ന ആരോഗ്യവും രോഗകാരികളും എന്ന ടോപ്പിക്കാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. എന്താണ് ആരോഗ്യം? WHO-ന്റെ നിർവചനം നോക്കാം. കേവലം രോഗമില്ലാത്ത അവസ്ഥയല്ല, മറിച്ച് പൂർണ്ണമായ ശാരീരിക, മാനസിക, സാമൂഹിക സുസ്ഥിതിയാണ് ആരോഗ്യം. കേവലം രോഗമില്ലാത്ത അവസ്ഥയല്ല, മറിച്ച് പൂർണ്ണമായ ശാരീരിക, മാനസിക, സാമൂഹിക സുസ്ഥിതിയാണ് ആരോഗ്യം എന്ന് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആരോഗ്യത്തെപ്പറ്റി നിർവചിച്ചു. പ്രധാനപ്പെട്ട രോഗകാരികളെക്കുറിച്ച് നോക്കാം. രോഗങ്ങൾക്ക് കാരണമാകുന്ന പ്രധാന സൂക്ഷ്മജീവികളെ താഴെ പറയുന്നു. അതേതൊക്കെയാണ്? ബാക്ടീരിയ, വൈറസ്, ഫംഗസ്, പ്രോട്ടോസോവ. ബാക്ടീരിയ, വൈറസ്, ഫംഗസ്, പ്രോട്ടോസോവയൊക്കെയാണ് പ്രധാനപ്പെട്ട രോഗങ്ങൾക്ക് കാരണമാകുന്ന പ്രധാന സൂക്ഷ്മജീവികൾ. രോഗവ്യാപനം വിവിധ തരങ്ങളിലൂടെ ഉണ്ട്. പ്രധാനമായിട്ടും എപ്പിഡമിക്. എപ്പിഡമിക് എന്താണ്? ഒരു നിശ്ചിത പ്രദേശത്തോ ജനവിഭാഗത്തിനിടയിലോ പെട്ടെന്നുണ്ടാകുകയും വളരെ വേഗത്തിൽ പടർന്നു പിടിക്കുകയും ചെയ്യുന്ന രോഗങ്ങളാണ് എപ്പിഡമിക് എന്ന് വിളിക്കുന്നത്. ഉദാഹരണം മഞ്ഞപ്പനി, വസൂരി, അഞ്ചാം പനി, പോളിയോ. എപ്പിഡമിക് എന്താണ്? ഒരു നിശ്ചിത പ്രദേശത്തോ ജനവിഭാഗത്തിനിടയിലോ പെട്ടെന്നുണ്ടാകുകയും വളരെ പെട്ടെന്ന് തന്നെ വളരെ വേഗത്തിൽ പടർന്നു പിടിക്കുകയും ചെയ്യുന്ന രോഗങ്ങളാണ് എപ്പിഡമിക്സ്. ഉദാഹരണമാണ് മഞ്ഞപ്പനി, വസൂരി, അഞ്ചാം പനി, പോളിയോ. അടുത്തത് എൻഡമിക് എന്താണ്? എൻഡമിക് ഒരു പ്രത്യേക ഭൂപ്രദേശത്ത് സ്ഥിരമായിട്ട് കണ്ടുവരുന്നതും സമൂഹത്തിൽ വളരെ കാലങ്ങളായി നിലനിൽക്കുന്നതും, അതായത് പൂർണ്ണമായിട്ട് തുടച്ചു മാറ്റാൻ കഴിയാത്തതുമായിട്ടുള്ള രോഗങ്ങളെ എൻഡമിക് എന്നാണ് വിളിക്കുന്നത്. ഒരു പ്രത്യേക ഭൂപ്രദേശത്ത് സ്ഥിരമായിട്ട് കണ്ടുവരുന്നതും സമൂഹത്തിൽ വളരെ കാലങ്ങളായിട്ട് നിലനിൽക്കുന്നതുമായിട്ടുള്ള, അതായത് പൂർണ്ണമായി തുടച്ചു മാറ്റാൻ ഇതുവരെയും കഴിയാത്തതുമായിട്ടുള്ള രോഗങ്ങളെ എൻഡമിക് എന്നാണ് വിളിക്കുന്നത്. ഉദാഹരണം മലേറിയ. മലേറിയയാണ് എൻഡമിക്കിന് ഉദാഹരണം. എപ്പിഡമിക്കും പഠിച്ചു, എൻഡമിക്കും പഠിച്ചു. അടുത്തത് പാൻഡമിക്. എന്താണ് പാൻഡമിക്? ഒരു രാജ്യത്തിൽ നിന്നും മറ്റൊരു രാജ്യത്തിലേക്ക് അതിവേഗം പടർന്നു പിടിക്കുന്ന ലോകവ്യാപകമായിട്ടുള്ള മഹാമാരികളാണ് പാൻഡമിക്. ഒരു രാജ്യത്തിൽ നിന്നും മറ്റൊരു രാജ്യത്തിലേക്ക് അതിവേഗം പടർന്നു പിടിക്കുന്ന ലോക വ്യാപകമായിട്ടുള്ള മഹാമാരികളെ നമ്മൾ പാൻഡമിക് എന്നാണ് വിളിക്കുന്നത്. ഉദാഹരണം COVID-19, പ്ലേഗ്, വസൂരി, ക്ഷയമൊക്കെയാണ്. പ്ലേഗും വസൂരി, ക്ഷയം, പിന്നെ ഇപ്പോൾ ഈ അടുത്തിടെ വന്ന COVID-19 ഒക്കെ പാൻഡമിക്കിന് ഉദാഹരണമാണ്. അടുത്തത് ക്രിപ്റ്റോജനിക് രോഗങ്ങൾ. ക്രിപ്റ്റോജനിക് രോഗം എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടുള്ള കാരണം അറിയാൻ സാധിക്കാത്ത തരം രോഗങ്ങളെയാണ് ക്രിപ്റ്റോജനിക് രോഗം എന്ന് പറയുന്നത്. കൃത്യമായ കാരണം അറിയാൻ സാധിക്കാത്ത തരം രോഗം ക്രിപ്റ്റോജനിക്സ് രോഗം. മൃഗങ്ങളുമായിട്ടും ആശുപത്രികളുമായിട്ടും ബന്ധപ്പെട്ടവയെ നോക്കാം. മൃഗങ്ങളായിട്ടും ആശുപത്രിയുമായിട്ട് ബന്ധപ്പെട്ട രോഗങ്ങളാണ് പറയുന്നത്. ആദ്യം തന്നെ നോസോകോമിയൽ. നോസോകോമിയൽ രോഗങ്ങളെക്കുറിച്ച് നോക്കുമ്പോൾ ആശുപത്രി ചികിത്സയ്ക്കിടയിൽ അവിടെയുള്ള അന്തരീക്ഷത്തിൽ നിന്നും പകരുന്ന അണുബാധകളെയാണ് നോസോകോമിയൽ രോഗങ്ങൾ എന്ന് പറയുന്നത്. നോസോകോമിയൽ രോഗം എന്ന് പറഞ്ഞാൽ ആശുപത്രി ചികിത്സയ്ക്കിടയിൽ അവിടെയുള്ള അന്തരീക്ഷത്തിൽ നിന്നും പകരുന്ന അണുബാധകൾ നോസോകോമിയൽ രോഗം എന്ന് വിളിക്കുന്നു. അടുത്തത് സൂണോസിസ്. സൂണോസിസ് മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്ന തരം രോഗങ്ങളാണ് സൂണോസിസ്. ഉദാഹരണമായിട്ട് എലിപ്പനിയും പ്ലേഗ്, വെസ്റ്റേൺ നൈൽ പനി ഒക്കെയാണ്. വെസ്റ്റ് നൈൽ പനി, പ്ലേഗ്, എലിപ്പനിയൊക്കെ സൂണോസിസ് രോഗത്തിന് ഉദാഹരണമാണ്. സൂണോസിസ് എന്താണ്? മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്ന തരം രോഗമാണ് സൂണോസിസ് രോഗം. അടുത്തതായി എപ്പിസൂട്ടിക് എന്താണെന്ന് നോക്കാം. എപ്പിസൂട്ടിക് മനുഷ്യരിൽ എപ്പിഡമിക് അവസ്ഥയ്ക്ക് സമാനമായി മൃഗങ്ങൾക്കിടയിൽ അതിവേഗം പടർന്നു പിടിക്കുന്ന സാംക്രമിക രോഗമാണ് എപ്പിസൂട്ടിക് രോഗം. മനുഷ്യരിലെ എപ്പിഡമിക് അവസ്ഥയ്ക്ക് സമാനമായിട്ടുകൊണ്ട് മൃഗങ്ങൾക്കിടയിൽ അതിവേഗം പടർന്നു പിടിക്കുന്ന സാംക്രമിക രോഗത്തെ
എപ്പിസ്യൂട്ടിക് രോഗം എന്ന് വിളിക്കുന്നു. ലോക ജന്തുരോഗ ദിനം ജൂലൈ 6 ലോക ജന്തുരോഗ ദിനം നമ്മൾ ആഘോഷിക്കുന്നത് ജൂലൈ 6. ജൂലൈ 6 ലോക ജന്തുരോഗ ദിനം. ജീവിതശൈലി രോഗവും പകരാത്ത രോഗത്തെക്കുറിച്ച് നോക്കാം. ശൈലീ രോഗങ്ങൾ, അതായത് ജീവിതശൈലി രോഗമായിട്ട് പറയുമ്പം അതെങ്ങനെയാണ്? ആഹാരക്രമത്തിലെ മാറ്റവും വ്യായാമക്കുറവും ഉൾപ്പെടെയുള്ള തെറ്റായ ജീവിതശൈലിയിലൂടെ ഉണ്ടാകുന്ന രോഗങ്ങളാണ് ജീവിതശൈലി രോഗം. ഉദാഹരണത്തിന് ഡയബറ്റീസ്, അതായത് പ്രമേഹം, ഹൈപ്പർ ടെൻഷൻ, പൊണ്ണത്തടി, പക്ഷാഘാതം, ഹൃദ്രോഗങ്ങൾ, ക്യാൻസർ ഒക്കെയാണ്. ശൈലീ രോഗങ്ങളിൽ പ്രധാനപ്പെട്ട ജീവിതശൈലി രോഗം എങ്ങനെയാണ് വരുന്നത്? ആഹാരക്രമത്തിലെ മാറ്റവും വ്യായാമക്കുറവ് ഉൾപ്പെടെയുള്ള തെറ്റായ ജീവിതശൈലിയിലൂടെ മനുഷ്യർക്കുണ്ടാകുന്ന രോഗങ്ങൾ, അതാണ് ശൈലീ രോഗം. ഉദാഹരണമായിട്ട് ഡയബറ്റീസ്, പ്രമേഹമുണ്ട്, ഹൈപ്പർ ടെൻഷൻ, പൊണ്ണത്തടി, പക്ഷാഘാതം, ഹൃദയരോഗങ്ങൾ, ക്യാൻസറും എല്ലാം ശൈലീ രോഗത്തിൽ വന്നെയാണ്. ഇനി പകരാത്ത മറ്റ് രോഗങ്ങളുണ്ട്. പകരാത്ത രോഗങ്ങൾ ജീവിതശൈലി രോഗങ്ങൾക്ക് പുറമെ ജനിതക രോഗവും പോഷക അപര്യാപ്തത രോഗങ്ങൾ, തൊഴിൽ ജന്യ രോഗങ്ങൾ എന്നിവയും പകരാത്ത രോഗമാണ്. മറ്റുള്ളവർക്ക് പകർന്നു പിടിക്കത്തില്ല, അങ്ങനത്തെ ടൈപ്പ് രോഗമാണ് പകരാത്ത രോഗം. ജീവിതശൈലി രോഗം അതിനൊക്കെ ഉദാഹരണമാണ്. അതിന് പുറമെ ജനിതക രോഗം, പോഷക അപര്യാപ്തത രോഗം, തൊഴിൽ ജന്യ രോഗങ്ങൾ എന്നിവയും പകരാത്ത രോഗങ്ങളാണ്. അമീബിക് മസ്തിഷ്ക ജ്വരം, അമീബിക് എൻസെഫലൈറ്റിസിനെ കുറിച്ച് നോക്കാം. ഈയിടെ വളരെ പ്രശസ്തിയായിട്ട് കുറേ പേർക്ക് ഈ ഒരു രോഗം വന്ന് മരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതെന്താണ്? അമീബിക് എൻസെഫലൈറ്റിസ് ആണ്. പ്രധാനമായിട്ട് ബാധിക്കുന്ന അവയവം തലച്ചോറിനെ നേരിട്ട് ബാധിക്കുന്ന അതീവ അപകടകാരിയായിട്ടുള്ള രോഗമാണ് അമീബിക് മസ്തിഷ്ക ജ്വരം. തലച്ചോറിനെ നേരിട്ട് ബാധിക്കുന്ന അതീവ അപകടകാരിയായിട്ടുള്ള ഒരു രോഗമാണ് അമീബിക് മസ്തിഷ്ക ജ്വരം. രോഗകാരിയായിട്ടുള്ള അമീബകൾ ഏതാണ്? നെഗ്ലേരിയ ഫൗലേറി, അക്കാന്ത അമീബ, സാപ്പിനിയ, ബാലമുത്യ, ബെർമീബിയ എന്നിവയാണ് പ്രധാനപ്പെട്ട രോഗകാരിയായിട്ടുള്ള അമീബ. ഏതൊക്കെയാണ്? നെഗ്ലേരിയ ഫൗലേറി, അക്കാന്ത അമീബ, സാപ്പിനിയ, ബാലമുത്യ, വെർമീബ തുടങ്ങിയ അമീബകളാണ് മനുഷ്യർക്ക് അമീബിക് മസ്തിഷ്ക ജ്വരം പകർത്തുന്നത്. രോഗപകർച്ച എങ്ങനെയെന്ന് നോക്കുമ്പോൾ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ മുങ്ങിക്കുളിക്കുന്നവരിലും നീന്തുന്നവരിലും വളരെ അപൂർവമായിട്ട് ഉണ്ടാകുന്നു. കെട്ടിക്കിടക്കുന്ന രോഗത്തിൽ മുങ്ങിക്കുളിക്കുമ്പോഴും നീന്തുന്നവർക്കും ഇത് വളരെ അപൂർവമായിട്ട് ഉണ്ടാകുന്നു. മൂക്കിനെയും മസ്തിഷ്കത്തെയും വേർതിരിക്കുന്ന നേർത്ത പാളിയായിട്ടുള്ള സുഷിരങ്ങൾ വഴിയോ കർണവടത്തിലൂടെയോ ഉണ്ടാകുന്ന സുഷിരം വഴിയും അമീബ തലച്ചോറിലേക്ക് കടന്ന് മെനിഞ്ചോ എൻസെഫലൈറ്റിസ് ഉണ്ടാകുന്നു. മൂക്കിലെയും മസ്തിഷ്കത്തിലെയും വേർപിരിക്കുന്ന നേർത്ത പാളിയായിട്ടുള്ള സുഷിരങ്ങൾ വഴിയോ കർണപടത്തിലുണ്ടാകുന്ന സുഷിരം വഴിയും അമീബ തലച്ചോറിലേക്ക് കടന്നിട്ട് മെനിഞ്ചോ എൻസെഫലൈറ്റിസ് ഉണ്ടാക്കുന്നു. പ്രത്യേകത: ഈ രോഗം മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് പകരില്ല. ഇതന്നേരം ഒരു പകരാത്ത ടൈപ്പ് രോഗമാണ് അമീബിക് മസ്തിഷ്ക ജ്വരം. ലക്ഷണങ്ങൾ നോക്കാം. തീവ്രമായിട്ടുള്ള തലവേദന, പനി, ഓക്കാനം, ഛർദി, കഴുത്ത് തിരിക്കാൻ ബുദ്ധിമുട്ട്, വെളിച്ചത്തിലേക്ക് നോക്കാനുള്ള ബുദ്ധിമുട്ട്. പ്രാഥമിക ലക്ഷണങ്ങൾ അവഗണിക്കുന്നത് മരണത്തിന് വരെ കാരണമായേക്കുന്ന ഒരു രോഗമാണ് അമീബിക് മസ്തിഷ്ക ജ്വരം. ഇതിൻ്റെ ലക്ഷണങ്ങൾ ഒന്നും കൂടെ പറയാം. തീവ്രമായിട്ടുള്ള തലവേദന, പനി, ഓക്കാനം, ഛർദി, കഴുത്ത് തിരിക്കാനുള്ള ബുദ്ധിമുട്ട്, വെളിച്ചത്തിലേക്ക് നോക്കാനുള്ള ബുദ്ധിമുട്ട്. ഇതെല്ലാം അമീബിക് മസ്തിഷ്ക ജ്വരത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങളാണ്. പ്രാഥമിക ലക്ഷണങ്ങൾ അവഗണിച്ചാൽ മരണത്തിന് വരെ കാരണമായി പോയേക്കാം. സാംക്രമിക രോഗങ്ങളും ഇൻക്യുബേഷൻ പീരീഡിനെ കുറിച്ച് നോക്കാം. സാംക്രമിക രോഗം എന്താണ്? രോഗകാരികളായിട്ടുള്ള സൂക്ഷ്മജീവികൾ ശരീരത്തിൽ പ്രവേശിക്കുന്നത് മൂലം ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുന്ന ടൈപ്പ് രോഗത്തെ നമ്മൾ സാംക്രമിക രോഗം എന്നാണ് വിളിക്കുന്നത്. രോഗകാരികളായിട്ടുള്ള സൂക്ഷ്മജീവികൾ ശരീരത്തിൽ പ്രവേശിക്കുന്നത് മൂലം ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുന്ന രോഗമാണ് സാംക്രമിക രോഗങ്ങൾ. ഉദാഹരണം ഡെങ്കിപ്പനി, ചിക്കൻഗുനിയ, ക്ഷയമൊക്കെയാണ്.
ഇനി അതിൻ്റെ ഇൻക്യുബേഷൻ പീരീഡ് എന്താണ്? ഇൻക്യുബേഷൻ പീരീഡ് എന്നാൽ രോഗാണു ശരീരത്തിൽ പ്രവേശിച്ച് രോഗത്തിൻ്റെ ആ ഒരു ലക്ഷണം കണ്ടു തുടങ്ങുന്നത് വരെയുള്ള കാലയളവിനെ നമ്മൾ ഇൻക്യുബേഷൻ പീരീഡ് എന്നാണ് വിളിക്കുന്നത്. ഓരോ രോഗകാരിക്കും ഇത് വ്യത്യസ്തമായിരിക്കും. രോഗാണു ശരീരത്തിൽ പ്രവേശിച്ചിട്ട് രോഗലക്ഷണം കണ്ടു തുടങ്ങുന്നത് വരെയുള്ള ആ ഒരു കാലയളവിനെ നമ്മൾ ഇൻക്യുബേഷൻ പീരീഡ് എന്നാണ് വിളിക്കുന്നത്. ഓരോ രോഗകാരിക്കും ഇത് വ്യത്യസ്തമായിരിക്കും ഇൻക്യുബേഷൻ പീരീഡ് വരുന്നത്. ഉദാഹരണം നോക്കുമ്പോൾ സാൽമോണല്ല ഭക്ഷ്യവിഷബാധയ്ക്ക് 12 മുതൽ 24 മണിക്കൂറിനുള്ളിൽ അതിൻ്റെ രോഗലക്ഷണം പ്രകടിപ്പിച്ച് തുടങ്ങും. പക്ഷെ കോളറ ആയപ്പോൾ 2 മണിക്കൂർ മുതൽ 5 ദിവസം വരെ നീണ്ടു നിന്നിട്ടേ അതിൻ്റെ ലക്ഷണം ചിലപ്പോൾ കണ്ടുവരും. 2 മണിക്കൂർ മുതൽ 5 ദിവസം വരെ കഴിഞ്ഞിട്ടേ കോളറയുടെ ലക്ഷണം പ്രകടിപ്പിക്കൂ. അതാണ് പറഞ്ഞത്, രോഗാണു ശരീരത്തിൽ പ്രവേശിച്ച് രോഗത്തിൻ്റെ ആ ഒരു പ്രാഥമിക ലക്ഷണം കണ്ടു തുടങ്ങുന്നത് വരെയുള്ള കാലയളവിനെ നമ്മൾ ഇൻക്യുബേഷൻ പീരീഡ് എന്നാണ് വിളിക്കുന്നത്. ഇൻക്യുബേഷൻ പീരീഡ്. കൃത്രിമ ബാക്ടീരിയ. ശാസ്ത്രീയ പഠനത്തിനായിട്ട് ലബോറട്ടറിയിൽ കൃത്രിമമായിട്ട് സൃഷ്ടിച്ച ബാക്ടീരിയയാണ് കൃത്രിമ ബാക്ടീരിയ. ഈക്കോളി ബാക്ടീരിയയാണ് ഇതിന് ഉദാഹരണം പറയുന്നത്. ഈക്കോളി ബാക്ടീരിയ ഇതിനെ നമ്മൾ എവിടെയാണ് ശാസ്ത്രീയ പഠനത്തിനായിട്ട് ലബോറട്ടറിയിൽ കൃത്രിമമായി സൃഷ്ടിച്ച ഒരു ബാക്ടീരിയയാണ് ഈക്കോളി. ഇത് വികസിപ്പിച്ചെടുത്ത ആരാണ്? കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകർ വികസിപ്പിച്ച ഒരു ബാക്ടീരിയയാണ് ഈക്കോളി ബാക്ടീരിയ. രോഗങ്ങൾ പകരുന്ന വിവിധ രീതികൾ നോക്കാം. പ്രധാനമായിട്ടും വ്യാപിക്കുന്ന രീതികളാണ് നമ്മൾ ഇതിലൂടെ നോക്കുന്നത്. ഒന്നാമത് വായുവിലൂടെ പകരുന്ന രോഗങ്ങളെ നോക്കാം. തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും പുറത്തു വരുന്ന ദ്രവകണികകൾ വഴി വായു സഞ്ചാരം കുറഞ്ഞ ഇടുങ്ങിയ മുറികളിൽ ഇവ അതിവേഗം പകരുന്നു. ഇനി ഇതിന് ഉദാഹരണമായിട്ട് പറയുന്ന രോഗങ്ങൾ നോക്കുമ്പോൾ ക്ഷയം, വസൂരി അതായത് സ്മാൾ പോക്സ്, ചിക്കൻ പോക്സ്, 5-ാം പനി അഥവാ മീസിൽസ്, ആന്ത്രാക്സ്, ഇൻഫ്ലുവൻസ, സാർസ്, ജലദോഷം, മുണ്ടിനീര്, ഡിഫ്തീരിയ, വില്ലൻ ചുമ ഇതെല്ലാം വായുവിലൂടെ പകരുന്ന രോഗങ്ങളാണ്. തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും പുറത്തു വരുന്ന ദ്രവകണികകൾ വഴി വായു സഞ്ചാരം കുറഞ്ഞ ഇടുങ്ങിയ മുറിയിൽ ഇവ അതിവേഗം പകർന്നിട്ട് മനുഷ്യരിലേക്ക് പകരുന്ന രോഗമാണ് ഈ പറഞ്ഞത്. ഉദാഹരണം നോക്കുമ്പോൾ ക്ഷയം, വസൂരി, ചിക്കൻ പോക്സ്, 5-ാം പനി, ആന്ത്രാക്സ്, ഇൻഫ്ലുവൻസ, സാർസ്, ജലദോഷം, മുണ്ടിനീര്, ഡിഫ്തീരിയ, വില്ലൻ ചുമയൊക്കെയാണ് വായുവിലൂടെ പകരുന്ന രോഗത്തിന് ഉദാഹരണം. അടുത്തതായി സമ്പർക്കത്തിലൂടെയും ലൈംഗിക രീതിയിലൂടെയും പകരുന്ന ടൈപ്പ് രോഗം നോക്കാം. സമ്പർക്കത്തിലൂടെയും ലൈംഗിക രീതിയിലൂടെയും. നേരിട്ടുള്ള ശാരീരിക സമ്പർക്കത്തിലൂടെ പകരുന്ന ടൈപ്പ് രോഗത്തിന് ഉദാഹരണം നോക്കുമ്പോൾ കുഷ്ഠം, എബോള, ചെങ്കണ്ണ്. കുഷ്ഠവും എബോളയും ചെങ്കണ്ണും ഒക്കെ നേരിട്ടുള്ള ശാരീരിക സമ്പർക്കത്തിലൂടെയാണ് പകരുന്നത്. ഇനി ലൈംഗിക സമ്പർക്കത്തിലൂടെ പകരുന്ന ടൈപ്പ് രോഗത്തിന് ഉദാഹരണം നോക്കുമ്പോൾ ഗൊണേറിയ, സിഫിലിസ്, എയ്ഡ്സ് ഒക്കെയാണ്. ഗൊണേറിയയും സിഫിലിസും എയ്ഡ്സും ഒക്കെ ലൈംഗിക സമ്പർക്കത്തിലൂടെ പകരുന്ന രോഗത്തിന് ഉദാഹരണമാണ്. അടുത്തതായി ജലത്തിലൂടെ പകരുന്ന രോഗം. മലിനമായ ജലം ഉപയോഗിക്കുന്നതിലൂടെയും കുടിക്കുന്നതിലൂടെയും പകരുന്ന രോഗമാണ് ജലത്തിലൂടെ പകരുന്ന രോഗം. മലിനമായ ജലം ഉപയോഗിക്കുന്നതിലൂടെയും കുടിക്കുന്നതിലൂടെയും പകരുന്ന രോഗമാണ് ജലത്തിലൂടെ പകരുന്നത്. ഉദാഹരണമായിട്ട് കോളറ, ടൈഫോയിഡ്, ഹെപ്പറ്റൈറ്റിസ് എയും ഇയും ഒക്കെ പകരുന്നത് ജലത്തിലൂടെയാണ്. കോളറയും ടൈഫോയിഡും ഹെപ്പറ്റൈറ്റിസ് എ, ഹെപ്പറ്റൈറ്റിസ് ഇ, പിന്നെ അതേപോലെ വയറുകടി, പോളിയോമെലിറ്റിസ്, പിന്നെ എലിപ്പനി അതായത് ലെപ്റ്റോസ്പൈറോസിസ്, അതേപോലെ അസ്കാരിയാസിസും ഒക്കെ പകരുന്നത് ജലത്തിലൂടെയാണ്. ഉദാഹരണങ്ങൾ ഒന്നും കൂടെ നോക്കാം. കോളറ, ടൈഫോയിഡ്, ഹെപ്പറ്റൈറ്റിസ് എയുമുണ്ട്, ഇയുമുണ്ട്, വയറുകടി, പോളിയോമൈലിറ്റിസ്, എലിപ്പനി അതായത് ലെപ്റ്റോസ്പൈറോസിസ്, അസ്കാരിയാസിസും എല്ലാം പകരുന്നത് ജലത്തിലൂടെയാണ്. രക്തത്തിലൂടെ പകരുന്നവ. രോഗാണു ബാധിതമായിട്ടുള്ള രക്തം സ്വീകരിക്കുന്നതിലൂടെ പകരുന്നവയാണ് രക്തത്തിലൂടെ പകരുന്നത്. അത് തടയാൻ രക്തദാനത്തിന് മുമ്പ്
കൃത്യമായ പരിശോധന നടത്തുന്നത് ഇത് തടയാൻ നമ്മളെ സഹായിക്കും. രോഗാണുബാധിതമായിട്ടുള്ള രക്തം സ്വീകരിക്കുന്നതിലൂടെ രക്തത്തിലൂടെ പകരുന്ന രോഗങ്ങൾ. ഉദാഹരണമായിട്ട് ഹെപ്പറ്റൈറ്റിസ് ബി, സീറം ഹെപ്പറ്റൈറ്റിസ് എന്ന് വിളിക്കുന്ന ഹെപ്പറ്റൈറ്റിസ് ബിയും എയ്ഡ്സ് രോഗമൊക്കെ പകരുന്നത് രക്തത്തിലൂടെയാണ്. മൃഗങ്ങൾ പരത്തുന്ന മറ്റ് രോഗങ്ങൾ. മൃഗങ്ങളുമായിട്ട് സമ്പർക്കം പുലർത്തുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട രോഗങ്ങളാണ് പന്നിപ്പനി, പക്ഷിപ്പനി, മാൾട്ട പനി, കോങ്കോ പനി, നിപ്പ, എബോള, എംപോക്സ്, കുരങ്ങുപനി, പേവിഷബാധ. മൃഗങ്ങളുമായിട്ട് സമ്പർക്കം പുലർത്തുന്നവർ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട രോഗങ്ങളാണ് ഈ പറഞ്ഞത്: പന്നിപ്പനി, പക്ഷിപ്പനി, മാൾട്ട പനി, കോങ്കോ പനി, നിപ്പ, എബോള, എംപോക്സ്, കുരങ്ങുപനി, പേവിഷബാധ എല്ലാം പകർത്തുന്നത് മൃഗങ്ങളാണ്. ഭക്ഷണത്തിലൂടെയും മുറിവുകളിലൂടെയും പകരുന്ന രോഗം. ഭക്ഷണത്തിലൂടെ പകരുന്നത് പഴകിയ ആഹാരത്തിലൂടെ വരുന്ന ഒരു പ്രധാന രോഗമാണ് ബോട്ടുലിസം. പഴകിയ ആഹാരം കഴിക്കുന്നതിലൂടെ മനുഷ്യർക്കുണ്ടാകുന്ന ഒരു രോഗാവസ്ഥയാണ് ബോട്ടുലിസം എന്ന് പറയുന്നത്. മുറിവിലൂടെ ടെറ്റനസ്. മുറിവിലൂടെ പകരുന്ന ഒരു പ്രധാന രോഗമാണ് ടെറ്റനസ് രോഗം. മണ്ണിലെ രോഗാണുക്കൾ ശരീരത്തിൽ പ്രവേശിക്കുന്നത് വഴി പകരുന്ന ഒരു രോഗമാണ് ടെറ്റനസ്. മണ്ണിലെ രോഗാണുക്കൾ മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കുന്നത് വഴി മുറിവിലൂടെ ഉണ്ടാകുന്ന ഒരു രോഗമാണ് ടെറ്റനസ് രോഗം. സോ ഫ്രണ്ട്സ്, ഇതോടുകൂടി ഇന്നത്തെ ഈ ഒരു ബയോളജിയിലെ ടോപ്പിക് വൈസ് വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് കാണുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് ലഭിക്കുന്നതാണ്. കൂടുതൽ വീഡിയോസ് ഉടൻ തന്നെ വരുന്നതാണ്. ഏവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.